തൊടുപുഴ എന്ന് പറയുന്നത് പി ജെ ജോസഫിന്റെ അദ്ദേഹത്തിന്റെ കോട്ടയാണ്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല, പകരം അപ്പു ജോൺ ജോസഫ് മത്സരിക്കുമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ പി ജെ തന്നെ മത്സരിച്ചേക്കാനും സാധ്യത ഉണ്ട്. ഏതായാലും പി ജെ ജോസഫിന് എത്ര മാർക്ക് ജനങ്ങൾ നൽകി? 70.93. അപ്പോ തൊടുപുഴക്കാരുടെ മനസ്സിൽ ഔസേപ്പച്ചനാണ്. ആർക്കും ഒരു തരത്തിലും അതിനെ ഇളക്കാൻ പറ്റില്ല. പി ജെ ജോസഫിന് പ്രായമായാലും ജോസഫാണ് തൊടുപുഴയിൽ. അതെ, തൊടുപുഴക്കാർക്ക് അദ്ദേഹത്തോട് പ്രത്യേക താല്പര്യമുണ്ട്. 70.93 അദ്ദേഹത്തിന്റെ പ്രായം അല്ലെ മറ്റു രാഷ്ട്രീയ വിഷയം നോക്കുമ്പോൾ വളരെ വളരെ മികച്ചൊരു മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മൊത്തം 140 MLA റാങ്കിംഗ് പരിശോധിച്ച 42ാമത്തെ റാങ്കാണ്. ആദ്യ 50 പേരിലെ ഒരാളാണ് അദ്ദേഹം, പി ജെ ജോസഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പി ജെ ജോസഫിന് പ്രായമൊന്നും അദ്ദേഹത്തിന് ശക്തമായ കഴിഞ്ഞ തവണ 40,000 വോട്ടിന് അതുകൊണ്ട് വലിയ ആകാംക്ഷയ്ക്ക് പ്രസക്തിയില്ല. എന്നാലും തൊടുപുഴ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? ഇല്ല. 52.25 പ്രതീക്ഷിച്ചതാണ്. 35.10 17% ലീഡുണ്ട്. 17% ലീഡാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൊടുപുഴ മണ്ഡലത്തിൽ പി ജെ ജോസഫിനുള്ളത്. വലിയ ഭൂരിപക്ഷം ആവർത്തിക്കും. 17% തൊടുപുഴയിൽ UDF മുന്നിലാണ്. 20,000-നടുത്ത് വോട്ട് BJP നേടാൻ പോകുന്നു. അത് തൊടുപുഴ മുനിസിപ്പൽ ഏരിയ അവർക്ക് BJPക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു നമ്മൾ, UDFന്റെ ഘടകകക്ഷികൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പം UDFന്റെ ഘടകകക്ഷിയ ജോസഫിന്റെ ജയിക്കുന്നു. അതേസമയത്ത് CPIയുടെ സീറ്റുകൾ LDFൽ പരാജയപ്പെടുന്നു. അപ്പം ഘടകകക്ഷികളുടെ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ UDFന്റെ ഘടകകക്ഷികൾ ബെറ്ററായി പെർഫോം ചെയ്യുന്നു. അതൊരു സൂചനയാണ്. എന്തായാലും പി ജെ ജോസഫിനെ സംബന്ധിച്ച് തൊടുപുഴയിൽ ഭയപ്പെടാറൊന്നുമില്ല. ഇനി പി ജെ ജോസഫ് മത്സരിച്ചാലും അപ്പു ജോൺ ജോസഫ് മത്സരിച്ചാലും തൊടുപുഴയുടെ ഹൃദയം കേരള കോൺഗ്രസിനൊപ്പമാണ് എന്ന് വ്യക്തമാവുകയാണ്.